മറ്റെല്ലാ അമ്പലങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് തിരുമാലിയുടെ മഹാദേവ ക്ഷേത്രം. അതിലൊരു വ്യത്യസ്തത എന്ന് വെച്ചാൽ ശിവരാത്രിക്ക് മുന്നേ ആയിട്ട് കൊടിയിറക്കും അതുപോലെ തന്നെ ആറാട്ടും കഴിഞ്ഞിട്ടാണ് ബാക്കി ഉത്സവം കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കൊടിയിറക്കി ആറാട്ടും കഴിഞ്ഞ് അമ്പലത്തിൽ ചെന്നതിന് ശേഷമാണ് കാവടി ഹിഡുമ്പം പൂജ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ എല്ലാവരും കാവടി ആയിട്ട് തെണ്ടയ്ക്ക് ഇറങ്ങും. പല വീടുകളിലായിട്ട് തെണ്ടയ്ക്ക് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് കാവടി വിളക്ക് നടക്കുന്നത്. അപ്പോൾ ഈ ആറാട്ട് വന്ന അതേ സ്ഥലത്ത് തന്നെ, അത് ടൗണിൽ തന്നെയാണ് കാവടി വിളക്ക് നടക്കുന്നത്. അമ്പലത്തിൽ നിന്ന് ആദ്യമേ എല്ലാവരും പോയിട്ട് അമ്പലത്തിൽ നിന്ന് ഘോഷയാത്രയായിട്ടാണ് ടൗണിലേക്ക് വരുന്നത് കേട്ടോ. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി തന്നെയാണ്. ഈ ചെണ്ടകൊട്ടിനൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. തുള്ളില്ല, എത്ര ബലം പിടിച്ച് നിൽക്കുന്ന ഏത് മനുഷ്യരാണെന്ന് പറഞ്ഞാലും ചെണ്ടകൊട്ട് കേൾക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടായാലും തുള്ളിപ്പോകും കേട്ടോ. അതുപോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ചെണ്ടമേളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആയാലും ഈ ചെണ്ടമേളം നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി. 2 സൈഡായിട്ടുണ്ടായിരുന്നു. വേറൊരു മേളക്കാരും അപ്പുറ സൈഡിൽ നിന്ന് കൊട്ടുന്നുണ്ടായിരുന്നു. ഇതും ഉണ്ടായിരുന്നു കേട്ടോ. തിരുമാൽദേശൻ്റെ ശിവരാത്രി ആണെന്ന് പറഞ്ഞാലും ഞങ്ങൾ മല്ലപ്പള്ളിക്കാരുടെ ഏറ്റവും വലിയ ഒരു ഉത്സവം തന്നെയാണ്. ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും ഒരേപോലെ കൊണ്ടാടുന്ന ഒരു പ്രത്യേക ഒരു വികാരം തന്നെയാണ് ഞങ്ങൾ മല്ലപ്പള്ളിക്കാരുടെ ഈ ഒരു ശിവരാത്രി എന്ന് പറയുന്നത്. ഈ ഷോർട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മല്ലപ്പള്ളിയിലെ ഉത്സവം കൂടെ അടുത്ത വർഷം എന്തായാലും വരണം. ശിവരാത്രിക്ക് അന്നോ അല്ല അന്നേ ദിവസം വരാൻ പറ്റിയില്ലെങ്കിൽ കാവടി വിളക്കിനോ ആറാട്ടിനോ എന്തായാലും വരണം എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ നാട് ഒന്ന് ആസ്വദിക്കുക വേണം കേട്ടോ. അമ്പലത്തിൽ നിന്ന് കാവടി ഘോഷയാത്രയായിട്ട് ടൗണിലോട്ട് വന്നതിന് ശേഷം അവിടെ കാവടി തുള്ളിയതിന് ശേഷമാണ് വീണ്ടും അമ്പലത്തിലേക്ക് പോകുന്നത്. ഇത് അമ്പലത്തിൽ ചെന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ മല്ലപ്പള്ളിയിലൊരു ചേട്ടൻ എടുത്ത ഒരു വീഡിയോ ആണ്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് എൻ്റെ ഷോർട്ടിലേക്ക് ആഡ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വീഡിയോ ആണ്. കൂടെ എൻ്റെ കുഞ്ഞും കൂടെ തുള്ളുന്നതുകൊണ്ട് ഒന്ന് കാണുക.